കെ മുരളീധരൻ നമുക്കൊപ്പം ചേരുന്നു. ദീപക് ധർമ്മടം അദ്ദേഹവുമായി സംസാരിക്കും. ഗുഡ് മോർണിംഗ് ദീപക് ധർമ്മടം. താങ്കൾക്ക് തുടങ്ങാം. അദ്ദേഹത്തിന് ഞാനൊരു സ്നേഹാന്വേഷണം നടത്തിയെന്ന് പറഞ്ഞേക്കൂ. സ്വാഗതം. എസ് കെ എൻ തന്നെ സ്നേഹാന്വേഷണം അറിയിച്ചിരിക്കുന്നു കെ മുരളീധരനോട്. പ്രിയ പ്രേക്ഷകരെ, ഇന്ന് കേരളത്തിൽ ഒരു രാഷ്ട്രീയ എക്സ്ക്ലൂസീവ് മാത്രമാണ് ബാക്കിയുള്ളത്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ചതിപറ്റി എന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞ കെ മുരളീധരൻ, കോൺഗ്രസിലെ എക്കാലത്തെയും ക്രൗഡ് പുള്ളറായ കെ മുരളീധരനാണ് ഇതാദ്യമായി 24-നൊപ്പം തത്സമയം ചേരുന്നത്. സ്വാഗതം. അങ്ങ് ഇപ്പോഴും ചിരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇത്ര വലിയൊരു തോൽവിക്ക് ശേഷവും അങ്ങ് നേതാക്കളെ കാണുന്നില്ല, പ്രവർത്തകരെ കാണുന്നില്ല. അങ്ങ് സത്യത്തിൽ ഒരു മെഡിറ്റേഷൻ മോഡിലാണിപ്പോൾ. എന്താണ് അങ്ങയുടെ മനസ്സിലൂടെ ഇപ്പോൾ പോകുന്നത്? അതല്ല, ഇപ്പോൾ ഇതിൽ തെറ്റുകാരൻ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഞാൻ തന്നെയാണ് തെറ്റുകാരൻ. കാരണം ഉറപ്പായി ജയിക്കുമായിരുന്ന വടകര വിട്ട് അവിടെ പ്രവർത്തനം തുടങ്ങിയിരുന്നു. അതെ, ഏതാണ്ട് ഭാഗം പൂർത്തീകരിച്ചിരുന്നു. അത് വിട്ട് തൃശ്ശൂർ പോയത് തന്നെയാണ് ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത്. പക്ഷേ എൻ്റെ മനസ്സിലന്നുണ്ടായിരുന്നതും ഇപ്പോഴും എൻ്റെ മനസ്സിലും ഒക്കെ ഉള്ളത് വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തിന് തയ്യാറായി കൊണ്ടാണ് ഞാൻ തൃശ്ശൂരിൽ പോയത്. പക്ഷേ ആ പോരാട്ടത്തിൽ ജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ദുഃഖം ഉണ്ടാക്കുന്ന കാര്യം. പക്ഷേ എന്ന് വിചാരിച്ച് വർഗീയതയോട് ഒരിക്കലും ഞാൻ കോംപ്രമൈസ് ചെയ്യില്ല. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ തൃശ്ശൂരിലേക്ക് അങ്ങ് മനസ്സില്ലാ മനസ്സോടെ ഒരുപക്ഷെ ഹൈക്കമാൻഡ് തീരുമാനം, പാർട്ടി തീരുമാനം അങ്ങയിൽ അടിച്ചേൽപ്പിക്കുന്നു. അങ്ങ് പണ്ട് നിയമത്ത് പോയതുപോലെ അനുസരിക്കലായിരുന്നു. യഥാർത്ഥത്തിൽ അതിന് പുറകിലാരായിരുന്നു? അല്ല, അതിനെക്കുറിച്ച് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. പാർട്ടിയുടെ പല രഹസ്യങ്ങളായിട്ട് സൂക്ഷിക്കണമല്ലോ. അതൊരിക്കലും ഞാൻ പരസ്യമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഏതായാലും വസ്തുതകൾ ഒന്നുകൂടെ മനസ്സിലാക്കിക്കൊണ്ട് വേണം തീരുമാനങ്ങൾ എടുക്കാൻ എന്ന് ഒരു പാഠം പഠിക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ എന്നെ സഹായിച്ചു. വളരെ നിർണായകമായ കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകരെ, പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രവർത്തകരെ ദുഃഖിപ്പിക്കുന്ന ഒരു ദൃശ്യമാണ് ഇന്നലെ തൃശ്ശൂരിൽ നിന്ന് വന്നത്. അങ്ങയുടെ അനുയായിയായ ഒരു പ്രവർത്തകൻ, ഒരു നേതാവ് DCC ഓഫീസിൽ തൃശ്ശൂരിൽ മർദ്ദിക്കപ്പെടുകയാണ്. ഇത്തരം ഒരു അപകടകരമായ സാഹചര്യം എങ്ങനെയാണ് കോൺഗ്രസിൽ സംഭവിക്കുന്നത്? എനിക്ക് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ള ഒരു കാര്യം, ഇനി ഇതിൻ്റെ പേരിൽ ഒരു വഴക്കും തമ്മിത്തല്ലുണ്ടാക്കി പാർട്ടിയുടെ ഉള്ള സൽപ്പേര് കൂടെ നശിപ്പിക്കാൻ ഇനി ആരും ശ്രമിക്കരുത്. കാരണം ഇനിയും തിരഞ്ഞെടുപ്പുകളുണ്ട്. ഇത് അവസാന തിരഞ്ഞെടുപ്പല്ല. അടുത്ത തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പ്രവർത്തകരുടെ തിരഞ്ഞെടുപ്പാണ്. അതായത് ഞങ്ങളെയൊക്കെ സ്ഥാനാർത്ഥികളായി വരുമ്പോൾ ഞങ്ങളെയൊക്കെ തോളിലേറ്റി വിജയത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടത്തുന്ന ആ സാധാരണ പ്രവർത്തകരുടെ ഇലക്ഷനാണ് ലോക്കൽ ബോഡി ഇലക്ഷൻ. ആ ഇലക്ഷനിൽ അവർക്ക് ജയിച്ചു വരണമെങ്കിൽ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലുണ്ടായ ഒരാവേശം നിലനിർത്തുന്നുണ്ട്. അതിൽ തൃശ്ശൂർ നെഗറ്റീവായിട്ടുള്ള റിസൾട്ടാണ് ഉണ്ടായതെങ്കിലും അത് പോസിറ്റീവ് ആക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഇനി നടത്തേണ്ടത്. അതുകൊണ്ട് എല്ലാ കോൺഗ്രസ് പ്രവർത്തകരോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മനപ്രയാസങ്ങളും മാറ്റിവെക്കുക, അടുത്ത ലോക്കൽ ബോഡി ഇലക്ഷനിൽ തയ്യാറെടുക്കുക. ഈ ഇന്നലത്തെ മർദ്ദനത്തിൻ്റെ സ്വാഭാവികമായിട്ടും അങ്ങേ പ്രവർത്തകർ വിവരം അറിയിക്കാതിരിക്കില്ല. അങ്ങയുടെ അനുയായിയായ ഒരു പ്രവർത്തകൻ, ഒരു നേതാവ് DCC ഓഫീസിൽ മർദ്ദിക്കപ്പെടുകയാണ്. എന്താണ് അതിൽ സംഭവിച്ചത്? അല്ല, എന്താണ് അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു തോൽവി, അതും 3-ാം സ്ഥാനത്ത്. സാങ്കേതികമായിട്ട് മാത്രമേ 3-ാം സ്ഥാനത്തുള്ളൂ, കാരണം വോട്ട് അധികം വ്യത്യാസമില്ല. പക്ഷേ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഒരുപാട് പ്രതീക്ഷകളുള്ള പ്രവർത്തകർക്ക് കടുത്ത നിരാശയുണ്ടാവും. കാരണം ഇലക്ഷൻ കഴിഞ്ഞിട്ട് പോലും ജയിക്കുമെന്നുള്ളൊരു പ്രതീതി എല്ലായിടത്തും ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ചില സംശയങ്ങളുണ്ടായിരുന്നെങ്കിലും അതൊന്നും ഞാൻ പ്രവർത്തകരുമായിട്ട് പങ്കുവച്ചിരുന്നില്ല. അവരോട് നമുക്ക് ജയിക്കുന്നു മാത്രമാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ വന്നപ്പോൾ അവരൊക്കെ ഒരുപാട് പ്രതീക്ഷിച്ചു. ഇലക്ഷൻ ജയിച്ചു കഴിയുമ്പോൾ ആഘോഷങ്ങൾ സംഘടിപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. അങ്ങനെയുള്ളവർക്ക് ഒരു അവിചാരിതമായിട്ടുള്ള തോൽവി, അതും 3-ാം സ്ഥാനത്തേക്കുള്ള തോൽവി എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ ചില എന്താ പറയേണ്ടത്, അതിൻ്റെ അവസാനത്തെ റിയാക്ഷനാണ് ഇന്നലെ കണ്ടത്. പക്ഷേ എനിക്കതാണ് ഊന്നി പറയാനുള്ളത്. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി ഇപ്പം തന്നെ മാധ്യമങ്ങളൊക്കെ വരുന്ന വാർത്തകളുണ്ടാ, കോൺഗ്രസിൻ്റെ ഉള്ള മുഖം പോലും നഷ്ടപ്പെടുന്നു എന്നാണ്. അങ്ങനെ നഷ്ടപ്പെടാൻ പാടില്ല. കാരണം തൃശ്ശൂർ ജില്ലയിൽ നിന്ന് കൂടുതൽ MLA വന്നാൽ മാത്രമേ കേരളത്തിൽ അധികാരത്തിൽ വരാൻ കഴിയുള്ളൂ. ഇപ്പോൾ തന്നെ കഴിഞ്ഞ ലോക്സഭയിൽ പിക്ചർ തൃശ്ശൂർ വളരെ നിരാശാജനകമാണ്. കാരണം 13 നിയമസഭാ സീറ്റുകളുള്ള തൃശ്ശൂർ ജില്ലയിൽ 6 BJP ലീഡാണ്, 4 LDF ആണ്. LDF കേരളത്തിൽ തകർന്നടിഞ്ഞ തെരഞ്ഞെടുപ്പിൽ
തൃശ്ശൂർ ജില്ലയിൽ 4ഇടത്ത് LDF, 4 നിയമസഭാ മണ്ഡലത്തിൽ ലീഡാണ്. 3ഇടത്താണ് UDF. 3ഇടത്ത് UDF എന്ന് പറഞ്ഞാൽ ഞാൻ ഗുരുവായൂർ നേടി 7000 വോട്ട് ഉൾപ്പെടെ. അതേസമയത്ത് വടക്കാഞ്ചേരി ഒരു 500 വോട്ട് ലീഡേ ഉള്ളൂ. ചാലക്കുടിയിൽ പിന്നെ അവിടെ സിറ്റിംഗ് MLA ഉള്ള നിയോജകമണ്ഡലമാണ്. ആ MLA നന്നായിട്ട് കോൺസ്റ്റിറ്റ്യുവൻസി നേഴ്സ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ചാലക്കുടിയിലും ഭൂരിപക്ഷം കിട്ടി. അപ്പോൾ ഈ 13 നിയോജകമണ്ഡലങ്ങളുള്ള തൃശ്ശൂരിൽ ഇങ്ങനെ തിരിച്ചടി കിട്ടുമ്പോൾ അത് ഭാവിയിൽ അതിനെ ഓവർകം ചെയ്യാനാണ് പാർട്ടി നോക്കേണ്ടത്. മാത്രമല്ല അവിടുന്ന് ജയിച്ച സുരേഷ് ഗോപി ക്യാബിനറ്റിൽ വരികയാണ്. ഇൻവെസ്റ്റ് ചെയ്യുന്നത് മാത്രമല്ല, പ്രധാനമന്ത്രി തന്നെ ഇന്നലെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ കേരളത്തിലെ വിജയം എടുത്തു പറയുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം അത് 3 തവണ വന്നതാണല്ലോ തൃശ്ശൂർ. അപ്പോൾ അവർ കൂടുതൽ തൃശ്ശൂരിനെ ഫോക്കസ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ കൂടുതൽ കോൺഗ്രസ്സുകാർ ജാഗ്രത പുലർത്തേണ്ട സമയമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതുവരെ ഉണ്ടായ സംഭവങ്ങളൊക്കെ പോട്ടെ, എല്ലാവരുടെ ഭാഗത്തും വിഷമം ഉണ്ടായിട്ടുണ്ട്, പ്രയാസം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് വെച്ച് ഇനി മുന്നോട്ട് പോകരുത്, ഒരുമിച്ച് പോകണം. അടുത്ത ലോക്കൽ ബോഡിയിൽ ഇതിൻ്റെ ഒരു പരിഹാരം ഉണ്ടാവണം. ഈ തോൽവിക്കൊരു പരിഹാരം ഉണ്ടാക്കേണ്ടത് അടുത്ത ലോക്കൽ ബോഡി ഇലക്ഷനിലാണ്. ഈ TN പ്രതാപൻ കാലങ്ങൾ കെ മുരളീധരൻ കോഴിക്കോട് ദീപക് തർമണവുമായി സംസാരിക്കുന്നു. ഈ അഭിമുഖത്തിൻ്റെ പൂർണ്ണരൂപം ഇന്ന് ഉച്ചതിരിഞ്ഞ് 3:30 24 സംപ്രേഷണം ചെയ്യും.